മീന ബസാർ എന്നായി കഥയുടെ പേര്. മുഗൾ ഭരണകാലത്ത് ഹുമയൂൺ ഒരു മാർക്കറ്റ് തുടങ്ങി. സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു കമ്പോളമാണ്. സ്ത്രീകൾക്ക് ഏത് സ്ത്രീകൾക്കും വന്ന് അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. പുരുഷന്മാർക്ക് അവിടെ പ്രവേശനമില്ല. അവിടെ മുത്തുകളും സ്വർണങ്ങളും മറ്റാഭരണങ്ങളും സാരിയും എല്ലാം കിട്ടും. പക്ഷേ അവിടെ ഈ വരുന്ന സ്ത്രീകളെ നിരീക്ഷിക്കാനായിട്ട് നപുംസകങ്ങളായിട്ട്, അതായത് ആണും പെണ്ണും അല്ലാത്ത പുരുഷന്മാർ നിയോഗിച്ചിട്ടുണ്ട്. അതിസുന്ദരികളായ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വീട് പുറകെ ചെന്ന് ഫോളോ ചെയ്തിട്ട് വീട് കണ്ടുപിടിക്കും. എന്നിട്ട് ഹുമയൂണിൻ്റെ സേനാപതിയെ വിവരറിയിക്കും. സേനാപതി അവരെ എല്ലാം റെഡിയാക്കി, അണിയിച്ചൊരുക്കി റെഡിയാക്കി രാത്രിയിൽ ചക്രവർത്തിയുടെ മണിയറയിൽ കൊണ്ട് ആക്കി കൊടുക്കുക. അതാണ് സേനാപതിയുടെ, ബേറാങ്കാൻ എന്ന സേനാപതിയുടെ പേര്. അപ്പോൾ അങ്ങനെ ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ വന്നു, സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ സേനാപതിയുടെ കാര്യസ്ഥർ അവർ വീട്ടിൽ ചെന്ന് ചക്രവർത്തിയുടെ അടുത്ത റാണിയാകാൻ നിങ്ങൾ അർഹയാണ്, നിങ്ങൾ വരണം. അങ്ങനെ ഒരു അവസരം കിട്ടുന്നതിന് ഭാഗ്യമാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം ബേറാങ്കാൻ്റെ കൊട്ടാരത്തിലാണ് വരുന്നത്, സേനാപതിയുടെ കൊട്ടാരത്തിൽ. അങ്ങനെ സേനാപതി ഇവരെ കണ്ടങ്ങ് മയങ്ങിപ്പോയ സേനാപതി ആദ്യം ഇവരങ്ങ് ഉപയോഗിച്ചു. അതിനുശേഷം ചക്രവർത്തി കൊണ്ടുപോകും, മണിയറയിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ സ്ത്രീ ചക്രവർത്തിയോട് പറയും, ഞാൻ പരിശുദ്ധയല്ല, സെക്കൻഡ് ഹാൻഡാണ്, എന്നെ നിങ്ങളുടെ സേനാപതി ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചക്രവർത്തി അലസ്യം കയറി ചക്രവർത്തി ഉടനെ സേനാപതിയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടും. അപ്പോൾ കൊല്ലുക എന്ന് പറയുന്നത് ഇയാളുടെ കാലുകൾ 2 ആനക്കാലിൽ കെട്ടും. എന്നിട്ട് ആനയെ 2 വശത്തോട്ട് നടത്തി വലിച്ചു കയറി കൊല്ലുക പതിവ്. അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ചക്രവർത്തി അടുത്ത് വരും. അടുത്ത് വന്നിട്ട് ഇയാളെ വിശ്വസ്തനായ ഒരു സേനാപതിയായിരുന്നു, മിടുക്കനും ക്യാമനുമാണ്, സത്യസന്ധനുമാണ്. പക്ഷേ അയാൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി. അതുകൊണ്ട് ഇയാളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ കുറ്റത്തിന്, ഇങ്ങനെ കുറ്റം ചെയ്ത് അതിനെ ശിക്ഷ ചെയ്താണെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ നീ എന്തിനു കുറ്റം ചെയ്തു? ഇപ്പോൾ സേനാപതി വളരെ സരസമായിട്ടുള്ള മറുപടി പറഞ്ഞു. ചക്രവർത്തി അയാൾ അഴിച്ചുവിടാൻ ഉത്തരവിട്ടു. മറുപടി എന്താണെന്ന് വെച്ചാൽ, ഈ മരണവേദന സഹിക്കാം, കാമവേദന സഹിക്കാൻ പറ്റില്ല പ്രഭു. അത് ചക്രവർത്തിക്ക് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് അയാളെ റിലീസ് ചെയ്തു.